സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ 2025 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. 2024 ഡിസംബർ 31 വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ അതായത് വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ, വിധവാ പെൻഷൻ എന്നീ പെൻഷനുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ 2025 ജൂൺ മാസം 25 മുതൽ 24/8/2025 വരെയുള്ള കാലയളവിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് 2025 ജൂൺ 24 വരെ ചെയ്ത ഗുണഭോക്താക്കളും 2025 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഈ കാലയളവിൽ പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ്. 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് 2025 ജൂൺ 24 വരെ ചെയ്ത ഗുണഭോക്താക്കളും 2025 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഈ കാലയളവിൽ പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ്. ഈ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രാദേശിക സർക്കാരുകളിൽ സമർപ്പിച്ചിരിക്കേണ്ടതുമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിനായി വർഷത്തിൽ ഒരിക്കൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ഒരു രീതി മുൻപുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റിന് പകരം ഓൺലൈൻ മസ്റ്ററിംഗ് രീതിയാണ് നിലവിൽ സ്വീകരിച്ചു വരുന്നത്. ഗുണഭോക്താക്കൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്നും മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരലടയാളം സ്കാൻ ചെയ്തോ കണ്ണ് സ്കാൻ ചെയ്തോ ആണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. ഇപ്രകാരം മസ്റ്ററിംഗ് ചെയ്യുന്നവരുടെ വിവരങ്ങൾ ഓൺലൈൻ വഴി പെൻഷൻ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യുകയും മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ ക്ഷേമ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു വയ്ക്കുന്നതുമാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യുന്നതിനോടൊപ്പം പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രം കൂടി സമർപ്പിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ പെൻഷൻ വെബ്സൈറ്റിൽ 60 വയസ്സ് പൂർത്തിയായവർ ഈ സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതില്ല. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യുന്നതിനോടൊപ്പം പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രം കൂടി സമർപ്പിച്ചിരിക്കേണ്ടതാണ്. ശാരീരിക, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പ് രോഗികൾ, വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ പ്രസ്തുത വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതും അതനുസരിച്ച് അക്ഷയ കേന്ദ്രം പ്രതിനിധി പ്രസ്തുത ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തേണ്ടതുമാണ്. ആധാർ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട 85 വയസ്സ് കഴിഞ്ഞവർ, 80% ശാരീരിക വൈകല്യമുള്ളവർ, സ്ഥിരമായി രോഗശയ്യയിലുള്ളവർ എന്നിവർ ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകളായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ കൂടാതെ ക്ഷേമനിധി ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. എന്നാൽ അവർക്ക് മസ്റ്ററിംഗ് നടത്തുന്ന മാസം മുതലുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ
ക്ഷേമ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് പോയി ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരലടയാളം വഴിയോ കണ്ണ് ഉപയോഗിച്ചോ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് തന്നെ നിർബന്ധമായും അക്ഷയ കേന്ദ്രത്തിൽ പോകേണ്ടതാണ്. പെൻഷൻ ഗുണഭോക്താവ് പെൻഷൻ വാങ്ങുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിച്ച ആധാറിലുള്ള വിരലടയാളവും മസ്റ്ററിംഗ് നടത്തുന്ന സമയത്തെ വിരലടയാളവും ഒന്നായാൽ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വാർഷിക മസ്റ്ററിങ്ങിന് വേണ്ടി അക്ഷയ കേന്ദ്രത്തിൽ പോകുമ്പോൾ പെൻഷൻ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുപോയിരിക്കേണ്ടതാണ്. കൂടാതെ പെൻഷൻ വാങ്ങുന്ന ID നമ്പർ കൂടി ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്രദമായിരിക്കും. പെൻഷൻ സോഫ്റ്റ്വെയറിൽ ആധാർ നമ്പർ വ്യത്യാസം ഉള്ള ഗുണഭോക്താക്കൾ ആധാർ നമ്പരുമായി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തി യഥാർത്ഥ ആധാർ നമ്പർ പെൻഷൻ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തിയതിനു ശേഷം തുടർന്ന് അക്ഷയ കേന്ദ്രത്തിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ആധാർ നമ്പർ പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ആദ്യം ആധാർ നമ്പർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ഗുണഭോക്താവ് അക്ഷയ കേന്ദ്രത്തിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ആധാർ കാർഡ് ഇല്ലാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഗസറ്റഡ് ഓഫീസറിൽ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ആധാർ നമ്പർ ചേർത്തിട്ടുള്ള ഒരു ഗുണഭോക്താവിന് മസ്റ്ററിംഗിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ ഗുണഭോക്താക്കൾ ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ വില്ലേജ് ഓഫീസറിൽ നിന്നോ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നൽകേണ്ടതാണ്. അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മസ്റ്ററിംഗ് പരാജയപ്പെട്ടു എന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത ഗുണഭോക്താവിൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നതിനുള്ള സൗകര്യം പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ, മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ, വാർഷിക മസ്റ്ററിംഗ് സമയത്ത് ആശുപത്രിയിൽ കഴിയുന്നവർ, മാനസിക വൈകല്യം മൂലം മസ്റ്ററിങ്ങിന് സമ്മതിക്കാത്തവർ, കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് കിട്ടാത്ത സാഹചര്യം ഉള്ളവർ എന്നിവർ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ, വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കുന്നതോടൊപ്പം പ്രസ്തുത ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗും നടത്തിയിരിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് വാർഷിക മസ്റ്ററിംഗ്. എന്നാൽ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാതിരിക്കുകയോ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ പെൻഷൻ തടഞ്ഞു വയ്ക്കുന്നതും മസ്റ്ററിംഗ് ചെയ്യുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് ക്ഷേമ പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതുമാണ്. എന്നാൽ തടഞ്ഞു വച്ച കാലത്തെ ക്ഷേമ പെൻഷൻ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ അനുവദിക്കുവാൻ കഴിയുകയുള്ളൂ.